അപ്പം ഇന്നലത്തെ ഒരു സെഗ്മെന്റിൽ ഒരു മുന്നേറ്റം പരിശോധിക്കുമ്പോഴേക്കും ഡിഫൻസ് ഓഹരികളിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഭൂരിഭാഗം ഡിഫൻസ് ഓഹരികളും ഇന്നലെ ഒരു പോസിറ്റീവ് ടോണിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ഏകദേശം ഡാറ്റ പാറ്റേൺസ് പോലുള്ള ഓഹരികളൊക്കെ പരിശോധിക്കുമ്പോഴേക്കും 5% മുകളിൽ ഒരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് 1% നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. സോ ഡിഫൻസ് ഓഹരികളിലുണ്ടായ ഈ ഒരു മുന്നേറ്റത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുക? കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ താങ്കൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു PSU സെക്ടർ, ഡിഫൻസ്, റെയിൽവേ പോലുള്ള ഓഹരികളിലൊക്കെ ബജറ്റിനോടനുബന്ധിച്ചിട്ട് ഒരു വോളറ്റാലിറ്റി കാണാൻ സാധിക്കും. പക്ഷെ വളരെ ജാഗ്രതയോടെ മാത്രമേ ഇത്തരം ഓഹരികൾ നിക്ഷേപം നടത്താൻ പാടുള്ളൂ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സോ ഒരു പ്രീ ബജറ്റ് റാലിയിലേക്കാണ് ഡിഫൻസ് ഓഹരികൾ കടന്നിരിക്കുന്നത്. നമുക്ക് ഇതുവരെ ആ ഒരു റാലി സ്റ്റാർട്ട് ചെയ്തു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. ബട്ട് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോമായി വരുന്നുണ്ട് ഡിഫൻസ് ഇൻഡെക്സിന്റെ കേസിൽ. നമ്മൾ ഷോർട്ട് ടേം ബുള്ളിഷ്നെസിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 7760 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ബട്ട് മേജർ റാലി നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ 8100 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മൾ സ്പെസിഫിക്കലി ഇപ്പോൾ ചില സ്റ്റോക്സ് എടുക്കുമ്പോഴേക്കും ഡാറ്റ പാറ്റേൺസിന്റെ കേസിൽ നേരത്തെ ഞാൻ HDFC ബാങ്ക് ആൻഡ് ICICI ബാങ്കിനെ കുറിച്ച് സംസാരിച്ചതുപോലെ നമുക്കൊരു നല്ല ഹെൽത്തി ആയിട്ടൊരു ഷോർട്ട് കവറിങ്ങും ഒരു പൊട്ടൻഷ്യൽ ബോട്ടമിന് ഒരു പാറ്റേണും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കേസിൽ നമ്മൾ 2120 സപ്പോർട്ടായിരിക്കാം ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു സ്റ്റോക്കിലെ മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 2800 രൂപയിൽ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസിൽ നമുക്ക് ഇന്നലെ കാര്യമായിട്ടൊരു റിക്കവറിയോ ഷോർട്ട് കവറിങ്ങോ കാണാൻ സാധിച്ചില്ല. ഈ സ്റ്റോക്കിന് ഒത്തിരി റെസിസ്റ്റൻസ് ലെവൽസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 4530, അതിനുശേഷം 4590 ആൻഡ് ഫൈനലി 4690. ഈ 3 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലേ സസ്റ്റൈനബിൾ ആയിട്ട് നമുക്കൊരു റാലി കാണാൻ സാധിക്കത്തുള്ളൂ.